ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. മിസ്മേക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റാഗിപ്പൊടി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് അത് ഇതുപോലെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിനായിട്ട് ഞാൻ ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ ഏലക്കായ ആയതുകൊണ്ട് 5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊരു 4 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചച്ചുവ എല്ലാം പോകുവോളം ഇതുപോലെ വറുത്തെടുക്കണം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് ഇത് ഒരു 4 മിനിറ്റ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഈ പാത്രത്തിൽ തന്നെ വെക്കേണ്ട. പാത്രം നല്ല ചൂടായതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന സ്നാക്കാണ്. അരക്കപ്പ് റാഗിപ്പൊടി കൊണ്ട് ഒരു പാത്രം നിറയെ നമുക്ക് സ്നാക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, കപ്പലുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-6 ബദാം കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് 250 ml കപ്പിൽ അരക്കപ്പ് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ട ശർക്കരയാണെങ്കിൽ അതൊന്ന് ചീകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റാഗിയുടെ പൊടിയും ഏലക്കയും കൂടി വറുത്തതാണ്. അതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്ന തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നല്ല ഫൈനാക്കി പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പൊടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ആവശ്യാനുസരണം നമുക്കിത് അവലോസിൻ്റെ പൊടിയില്ലേ, അതുപോലെ നമുക്ക് കഴിക്കണമെങ്കിൽ ചൂട് ചായക്കൊപ്പൊക്കെ ഇങ്ങനെ ഓരോ സ്പൂൺ ഇങ്ങനെ കഴിക്കാനും പറ്റും. അല്ലെങ്കിൽ ഇത് നമുക്ക് ഉരുട്ടിയിട്ട് എടുത്തു വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് പാലാണ്. ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പാല് ചേർത്തിട്ടാണ് നമ്മളിത് മിക്സാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ പൊടിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരാഴ്ചയോളം നമുക്കിത് പുറത്തും വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ കേട്ടോ. പിന്നെ അത് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചതിന് ശേഷം ഉള്ള പാലാണ്. ചെറിയ ചൂടുണ്ട്, നല്ല തിളച്ച ചൂടൊന്നും വേണ്ട, ചെറിയ ചൂടുണ്ട്. ഇവിടെ ഇത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ചൂടൊന്ന് ആറിയിട്ട് ഒരു ഇളം ചൂടാവൂലേ, ആ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ശർക്കര എന്താ പറയുക പൊടി അല്ലെങ്കിൽ പാനിയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പം അത്യാവശ്യം നല്ല തിക്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തോണ്ടു. ശർക്കരപ്പാനി വേണമെങ്കിൽ പാലിന് പകരം ശർക്കരപ്പാനി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം, ശർക്കര പൊടിയോ അല്ലെങ്കിൽ ശർക്കര ചീകിയിട്ട് പൊടിച്ചെടുക്കുകയോ ആണെങ്കിൽ, പീനട്ടിൻ്റെ ഒപ്പമൊക്കെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഇളം ചൂടുവെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാടി ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. വളരെ കുറച്ച് പാലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂണോളം പാലാണ് എനിക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചൂട് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഓയിലൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ലഡുവാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഞാൻ റാഗിപ്പൊടി ചേർത്തു. നിങ്ങൾക്ക് റാഗിപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഓട്സ് വറുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അവല് വറുത്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് കൊടുക്കാൻ നല്ലതാണ്. സ്നാക്കായിട്ട് കൊടുത്തു വിടാനും നല്ലതാണ് കേട്ടോ. പാകത്തിനുള്ള മധുരവും ഉണ്ട്, ആ ഏലക്കയുടെ ഫ്ലേവറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ
നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.